പഠിക്കേണ്ടതും കാര്യങ്ങളൊക്കെ നോക്കുക. എന്ത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടായിരുന്നു, അല്ലാതെ ഞാൻ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ കരയണം എന്തിനാണ്? എന്ത് എങ്ങനെ ചെയ്യണം, എങ്ങനെ പറയണം, ആരോട് പറയും, എന്നോട് പറയണുണ്ടായിരുന്നു. പക്ഷേ കാലമെല്ലാം നിൻ കൂട്ടായിരിക്കാൻ ഞാൻ പതിയെ നീ വിളിച്ചാൽ നീലമുകിലിൻ്റെ ഇതളായ കണ്ണഴകേ കണ്ണിനഴകേ കാണാതെ പോവാതെ നീ അവനെ നെറ്റിയിൽ എന്തോ തൊട്ട് കൊടുക്കണുണ്ടോ ഭസ്മം? അപ്പോളം நீங்கள் 2 பேரும் எங்கிட்ட என்ன மறக்கிறது? எல்லாமே மறக்கிறது எனக்கு தெரியுது. நீ நான் முட்டாளாகிறோன்னு இல்லை, நான் எதுவும் மறைக்கல. எல்லாமே என் தங்கச்சி இருக்கட்டும், நான் வெயிட் பண்ணுறேன். നമ്മൾക്ക് എന്താണെന്ന് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? കുറേൻ്റെ ഇതായി. ഇപ്പോൾ അവനൊരു നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന സമയത്ത് നമ്മളായിട്ട് ഇനിയിപ്പോൾ അതൊരു കേട് വരുത്തുന്ന രീതിയിലാവരുത്. എന്തുണ്ടെങ്കിലും എന്താ മോൾക്ക് അവനോട് എന്തെങ്കിലും നോക്കട്ടെ, നമുക്ക് നോക്കിയിട്ട് എന്താ പറഞ്ഞതാവാം. നമ്മളായിട്ട് അവൻ്റെ ലൈഫ് സ്പോയിലാക്കേണ്ട അവസ്ഥയിലാവരുത്. ഓക്കെ, നമ്മുടെ മുഖാന്തരം ഒരു കുടുംബം നന്നായി എന്നുള്ളത് കേൾക്കേണ്ട അവസ്ഥ വരേണ്ടത്. മനസ്സിലായോ? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി റിയ അങ്ങനെതായി. ഇനിയിപ്പോൾ മോൾക്ക് അപ്പം അതിൻ്റെ എന്തൊക്കെ കാരണം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. നല്ലതൊക്കെ തന്നെ ആകുമ്പോൾ നല്ല പയ്യനൊക്കെ തന്നെയാണ്. ഓൾറെഡി റിയ ഇതാവുകയും ഇനിയിപ്പോൾ നീയും എന്നെ ഇപ്പോഴത്തെ അതൊന്നും ഒരു മൈൻഡിൽ വെക്കാൻ നിൽക്കണ്ട. ഓക്കെ, സമയങ്ങളാവട്ടെ, എല്ലാത്തിൻ്റെ ഒരു സമയമാവട്ടെ. നിനക്ക് അതിൻ്റെ അതും കൂടെ ഒന്നും ആയിട്ടൊന്നുമില്ല, പ്രായമൊന്നും ആയിട്ടില്ല. മനസ്സിലായില്ലേ? ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മൈൻഡിൽ വയ്ക്കുക, നല്ല രീതിയിലിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഹെൽപ്പ് ചെയ്തു, ഇത് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി ചെറിയ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അതെനിക്കിപ്പോൾ കുറച്ചും കൂടി അത് ക്ലിയറായി എന്ന് മാത്രം. പഠിക്കേണ്ടതും കാര്യങ്ങളൊക്കെ നോക്കുക, പഠിക്കുക. ഇപ്പോൾ എൻ്റെ മോളിൽ എന്താ ഉദ്ദേശം? എനിക്ക് ഇഷ്ടത്തിനെതിരായിട്ടൊന്നും നിൽക്കത്തില്ല, എന്നാലും ചോദിക്കണം. നമ്മളെ എനിക്ക് പിന്നെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ എല്ലാതും നീ അറിഞ്ഞതാണ്. ഏട്ടൻ്റെ ഇതിൽ വന്നിട്ട് ഏട്ടൻ എല്ലാത്തിനും ഒരു ഫ്രീ ആയി വിട്ടു, അത് യൂട്ടിലൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മോൾക്കും അതൊരു പേര് വരാൻ പാടില്ല. മനസ്സിലായോ? എന്താണ് പറയണത് എനിക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണം. കാരണം അവളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയയുടെ കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് ആദ്യം എതിർത്തു, പിടിച്ചു, എല്ലാം ഇതായി.
ഇവരുടെ കാര്യങ്ങളൊക്കെ പിന്നെ ഇതായി എന്ന് പറയുന്നത് അവൾക്ക് അത്രയും ഇഷ്ടമായിരുന്നു, ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നിൻ്റെ ഇതിലിപ്പോൾ വന്നിരിക്കുന്നത് ഒരു അഫെക്ഷനാണോ ഒരു എന്താണെന്ന് എനിക്ക് സത്യം പറയാൻ ഒരു തമാശ മാതിരി വന്ന എന്തെങ്കിലും എന്താണെങ്കിലും ഇതൊക്കെ ചിന്തിച്ചിട്ട് ഇതാവേണ്ടത്. മനസ്സിലായ? ഇത് കുട്ടിക്കളിയല്ല. ഇതിപ്പോൾ അവളുടെ ഒരു വാശി പുറത്ത് അങ്ങനത്തെ ഉള്ള ഓരോ കാര്യത്തിൽ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്യേണ്ടതല്ല. നമ്മൾ ഓൾറെഡി ലൈഫ് ഏത് രീതിയിലാണ് പോണത്, അവനും കൂടെ പല പ്രശ്നത്തിലാണ് ഓടുന്നത്. നമ്മളതിലും ഫാമിലിയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അച്ഛനെ കൊണ്ട് ചിരിപ്പിക്കാനുള്ളതും കാര്യങ്ങളൊന്നും വരുത്തുന്നത്. ഇപ്പോൾ എന്തുണ്ടെങ്കിലും ചിലതൊക്കെ ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് പെരുമാറുക. നിങ്ങളുടെയൊക്കെ എന്താ ഇഷ്ടം ആ ഇഷ്ടത്തിന് എന്താവും. അത് തെറ്റാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ എന്താണ് ഇതിൽ നല്ലത് തന്നെയാണ്, അവൻ നല്ല പയ്യൻ തന്നെയാണ്. പക്ഷേ റിയയുടെ ഇതിൽ നോക്കുമ്പോൾ ഇതിപ്പോൾ ചിലപ്പോൾ അത് അങ്ങനെയായി ഇതിൽ ആവാനായിരിക്കും വിധി എന്ന് വിചാരിക്കുന്നു. ഇതൊരു നല്ലൊരു ഇതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് വിചാരിക്കണം. പക്ഷെ എന്തുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ പെരുമാറണമെന്ന് പറയാനുള്ളൂ. ഏട്ടൻ്റെ എല്ലാ ഇതിലും ചെറിയൊരു വീഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇരുന്നത് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇവൻ അച്ഛൻ പോലും ഇരിക്കുന്നുണ്ട്. അപ്പം അതിൽ ഈ മോള് കൂടെ ഒരു കാരണം ആക്കരുത്. അതോ പറയാനുള്ളൂ. ഇതിൻ്റെ അപ്പുറം വേറൊന്നും പറയാൻ എനിക്കില്ല, വരുന്നുമില്ല. നിങ്ങൾക്ക് മോളുടെ കയ്യിലാണ്. ഓക്കെ, എന്തുണ്ടെങ്കിലും നന്നായിട്ട് ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ല, എനിക്കെന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കൺഫ്യൂഷൻ തന്നെയാണ്. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ. ഞാൻ നിൻ്റെ എന്തിനും നിങ്ങളുടെയൊക്കെ എന്തൊരു കാര്യത്തിനും ഞാൻ നിൽക്കും. അതിൻ്റെതൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അടുത്തും ചേട്ടൻ്റെ കൂടെ ഒന്നും പറയാതിരിക്കുന്നു. എനിക്ക് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞോടെ. എനിക്ക് വിഷമമായത് മോളും കുറേയൊക്കെ എൻ്റെ അടുത്ത് മറിക്കണമെന്ന് കാണുമ്പോഴുള്ളൊരു സങ്കടം. എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടായിരുന്നു. അല്ലാതെ ഞാൻ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നതായിരുന്നു. എന്തിപ്പോൾ കരയണം? എന്തിനാണ് എങ്ങനെ ചെയ്യണം, എങ്ങനെ പറയണം, ആരോട് പറയും? എന്നോട് പറയണമുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ പറയണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ലായിരുന്നു. ശരി, എന്തുണ്ടെങ്കിലും നീ വിഷമിക്കാൻ നിൽക്കണ്ട. ഓക്കെ, വിഷമിക്കല്ലേ. ഓക്കെ, വാ. ഇനി ഇതായിരിക്കണം. എനിക്ക് ആ മൊത്തം എന്തായാലും പറയാം. എന്താണ് അവനെ ഇഷ്ടമാണ്? ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നണോ? എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ ഒരുമാതിരി. ശരി, മോളെന്താ ഇഷ്ടം തന്നെയാണോ? പോരാ, നീ കിടന്നിട്ട് അതിന് വിഷമിച്ച് നിൽക്കാൻ നിൽക്കണ്ട. ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. ടെൻഷടിക്കണ്ട. டீ போடும்போது தான் என்கிட்ட உண்மையை சொன்னது. எனக்கு பிடிச்சிருக்கு, எனக்கு எப்படி சொல்கிறதுன்னு தெரியலன்ட்டு நான் சொன்னேன். திரும்ப என் லைஃப்பில் எதால் இழந்தேன்னு உங்களுக்கு தெரியும். இப்போ அந்த முகத்தையே என்னால் பார்க்க முடியலன்றேன். நான் எந்த முகத்தை பார்த்தனோ அந்த முகம் பாதி முகம் இருக்குது. அந்த முகத்தை என்னால் பார்க்க முடியல. தினம் நான் இதுக்கப்புறம் கேரளாவுக்கு வரல.